ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ് കാരമൽ പുഡിംഗ്. ഇതൊരു ഫ്രഞ്ച് ഡെസേർട്ട് ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലൊക്കെ ഐസ്ക്രീം കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും വളരെയധികം അറിയുന്ന ഒരു ഡെസേർട്ടാണ് കാരമൽ പുഡിംഗ്. പക്ഷെ നമ്മളിൽ എത്ര പേർക്ക് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അറിയാം? അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് കാരമൽ പുഡിംഗ് കിട്ടും. അപ്പോൾ പെർഫെക്റ്റ് കാരമൽ പുഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് പൊട്ടാൻ പാടില്ല, അതൊന്ന്. പിന്നത്തെ കാര്യം, അതിൻ്റെ ഉൾഭാഗം വളരെ സ്മൂത്ത് ആയിരിക്കണം, ക്രീമി ആയിരിക്കണം, നമ്മൾ വായിലിടുമ്പോൾ തന്നെ മെൽറ്റായി പോകണം, വളരെ ഗ്ലോസി ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. 1/2 കപ്പ് പഞ്ചസാരയും 2 മുതൽ 3 ടീസ്പൂൺ വരെ വെള്ളവും ചേർത്ത് വളരെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. ഈ പഞ്ചസാര മെൽട്ടായിട്ട് ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആവണം. ഒരുപാട് ഡാർക്ക് ആക്കണ്ട. ഞാൻ ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ ഡാർക്ക് ആക്കി, പക്ഷെ അത്രയും ഡാർക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു കയ്പ് ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പം അങ്ങനെ വേണ്ട. ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം പുഡിംഗ് ഒഴിച്ചു വെക്കാനുള്ള ഒരു പാത്രം എടുക്കുക, ഒരു വട്ടപാത്രം എടുക്കാം. അത് നന്നായിട്ട് ബട്ടർ പുരട്ട എല്ലായിടത്തും. അപ്പോൾ നമുക്ക് പുഡിംഗ് വിടിയിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇതിലോട്ട് ഈ ചൂടോടെയുള്ള കാരമൽ ഒഴിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് ഡാർക്ക് ആക്കി. ഇത്രയും ഡാർക്ക് ഒരിക്കലും ആക്കരുത്. ഞാൻ വീണ്ടും പറയാണ്, നേരത്തെ കാണിച്ച അതേ കളർ വേണം ആക്കാനായിട്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഏകദേശം അതൊരു സെറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗം ഇങ്ങനെ നടുക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ അത് സാരില്ല. നടുക്ക് ഇങ്ങനെ ഗ്യാപ്പുള്ള റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ബട്ടറൊക്കെ ഇട്ടുകൊണ്ട് ഈ ഷുഗർ ചിലപ്പം മെൽറ്റ് ഷുഗർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകുന്നതാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. കാരണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ബേക്ക് ചെയ്യുമ്പം അത് ഓട്ടോമാറ്റിക്കലി ഈവൻ ആയിട്ട് വന്നോളും. സോ ആ കാര്യം നിങ്ങൾ പേടിക്കേണ്ട. ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എഗ് മിക്സ്ചർ റെഡിയാക്കിയെടുക്കാം. അപ്പം ഇതിനായിട്ട് ഒരു ബൗളിലോട്ട് 3 കോഴിമുട്ട ഇടാം. അതിൻ്റെ കൂടെ 1/2 കപ്പ് പഞ്ചസാര, നമ്മുടെ സാധാരണ പഞ്ചസാര 1/2 കപ്പ് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് 1.5 ടീസ്പൂൺ വാനില എസെൻസ് അതും കൂടി ഒഴിക്കുക. നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 1 കപ്പ് പാലൊഴിക്കാം. എൻ്റെ ഈ പാലെന്ന് വെച്ചാൽ ഞാൻ മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ പാലെടുത്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കൺസിസ്റ്റൻസി ശരിയാവില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി യൂസ് ചെയ്യുമ്പോൾ മെഷറിംഗ് കപ്പ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എൻ്റെ പാല് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറി റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അപ്പോൾ ചില ആൾക്കാർ പാലും പഞ്ചസാരയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്തിട്ട് പിന്നീട് അത് എഗ് മിക്സിലോട്ട് ഒഴിക്കാറാണ് പതിവ്. പക്ഷേ എനിക്ക് ആ ഒരു മെത്തേഡ് അത്ര കൺവിൻസിങ് ആയിരുന്നില്ല. അതുപോലെ തന്നെ ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് അത്ര പെർഫെക്റ്റ് ഫിനിഷും വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനും ഈ ഒരു മെത്തേഡ് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ബേക്കിംഗ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ബേക്കിംഗ് മെത്തേഡിലും ചെയ്യാം, നോർമലി സ്റ്റീമും ചെയ്യാം. അപ്പോൾ സ്റ്റീം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ബേക്കിംഗ് മെത്തേഡിൽ ഏറ്റവും ആദ്യം നമ്മുടെ ഓവൻ 170 ഡിഗ്രീസ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മുടെ ബേക്കിംഗ് പാനിലോട്ട് ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ, ബേക്കിംഗ് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ് വൈറ്റ് കളർ പേപ്പർ ഉണ്ടല്ലോ, അത് വിരിക്കുക. അതിൻ്റെ മുകളിലാണ് നമ്മളുടെ പുഡിംഗ് മോൾഡ് വെക്കേണ്ടത്. ഇങ്ങനെ ബേക്കിംഗ് ഷീറ്റ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേക്കിംഗ് ഈവൺ ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിന് ശേഷം നമ്മുടെ എഗ് മിക്സ്ചർ നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ എന്തെങ്കിലും ചെറിയ വല്ല പീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാനായിട്ടാണ്. കാരണം നമുക്ക് നല്ല സ്മൂത്ത് ടെക്സ്ചർ ആണല്ലോ നമ്മുടെ പുഡിങ്ങിന് വേണ്ടത്. അതുപോലെ തന്നെ കുറച്ച് എക്സസ് ഫോം അല്ലെങ്കിൽ എക്സസ് പത ഉണ്ടെങ്കിൽ അതും ഇതിലും ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് തിരിച്ച് ഇതിനകത്ത് ഇടേണ്ട ആവശ്യമില്ല. അപ്പം അതിലോട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഓവനിലോട്ട് വെക്കാം. ഓവനിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് നല്ല തിളച്ച വെള്ളം നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ബേക്കിംഗ് ട്രേയിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ പുഡിംഗ് മോൾഡിൻ്റെ അകത്തോട്ട് പോവാണ്ട് സൂക്ഷിക്കണം കേട്ടോ. പുറത്ത് തന്നെ ആയിരിക്കണം. ജസ്റ്റ് ഈ ഒരു മോൾഡിൻ്റെ പകുതി വരെ ഇത്രയും പകുതി വരെ വേണം വെള്ളം വരാനായിട്ട്. എന്നിട്ട് നമുക്കിത് ഒരു 40 to 45 മിനിറ്റ്സ്, അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിരിക്കും. അപ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ നേരത്തെ റെഡിയാവും, ചിലപ്പോൾ കുറച്ചുകൂടെ ലേറ്റായിട്ട് റെഡിയാവും. അതുപോലെ തന്നെ
ചിലവരുടെ ഓവൻ പെട്ടെന്ന് മോൾ ഭാഗം കരിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് മൂടി വെച്ചിട്ട് വേണമെങ്കിൽ ബേക്ക് ചെയ്തോളൂ. പക്ഷെ എൻ്റെ ഓവനിൽ ആ ഒരു പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അലുമിനിയം ഫോയിലൊന്നും വെക്കുന്നില്ല, അല്ലാണ്ട് തന്നെ ഞാൻ അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബേക്ക് ചെയ്ത് ഒരു 40 to 45 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് നോക്കുമ്പം ഇത് ഒരു നല്ല ക്ലീൻ ആയിട്ട് വരും. പിന്നെ നമ്മൾ കൈ വെച്ച് തൊടുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യും കുറച്ചിങ്ങനെ സെറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി റൂം ടെമ്പറേച്ചറിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ബട്ടറൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ബട്ടർ നൈഫ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കത്തി വെച്ചിട്ട് സൈഡ് ഒന്ന് വിടിയിച്ചിട്ട് ഒരു പ്ലേറ്റ്, നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന പ്ലേറ്റ് ഇങ്ങനെ അതിൻ്റെ പുറത്ത് വെച്ച് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മളുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട്, ഒട്ടും പൊട്ടിയിട്ടുമില്ല. ഇതിൻ്റെ അകംഭാഗമാണെങ്കിൽ ഏറ്റവും സോഫ്റ്റ് ആൻഡ് ക്രീമിയും വളരെ ഗ്ലോസി ആയിട്ടുള്ളൊരു ടെക്സ്ചറുമാണ്. ഇപ്പം നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തപ്പം വെള്ളം ഒഴിച്ചിട്ടാണ് ബേക്ക് ചെയ്തത്. വെള്ളം ഒഴിക്കാണ്ട് ഒരിക്കലും നമുക്കിത് ബേക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഒരിക്കലും ആ ഒരു ടെക്സ്ചർ ശരിയായി കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതേ സംഭവം തന്നെ ഓവൻ ഇല്ലാത്തവർക്ക് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ സാധാരണ ഇഡ്ഡലി ചെമ്പിലിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണല്ലോ സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ചെയ്യുമ്പം എപ്പോഴും പുഡിംഗ് മോൾഡിൻ്റെ മോൾ ഭാഗം കവേർഡ് ആയിരിക്കണം. അപ്പോൾ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. പക്ഷെ ഫ്ലെയിം ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇതൊരിക്കലും ചൂട് കൂടരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആ ഒരു കൺസിസ്റ്റൻസി, ആ സിൽക്കി ഫിനിഷ് അല്ലെങ്കിൽ ഗ്ലോസി ഫിനിഷ് കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ സ്റ്റീം ചെയ്യുന്നത്. ആ വെള്ളം അങ്ങനെ തിളയ്ക്കാൻ പാടില്ല. വളരെ തിളയ്ക്കാണ്ട് ബിലോ ബോയിലിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ ആ ഒരു ടെമ്പറേച്ചറിൽ വേണം ഇരിക്കാനായിട്ട്. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അധികം തിളയ്ക്കാണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗ്ലോസി ആയിട്ടുള്ള പുഡിംഗ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും സ്റ്റീം ചെയ്യുമ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ട് സ്റ്റീം ചെയ്യുക. കുറച്ച് കൂടുതൽ സമയം 40-45 മിനിറ്റ് ഒക്കെ വേണ്ടി വരും, ചിലപ്പോൾ അതിനും കുറവ് മതിയാവും. അപ്പം ജസ്റ്റ് ഇടയ്ക്ക് തുറന്ന് നോക്കി ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഈസ്റ്റർക്കല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു ഈസി പുഡിംഗ് തന്നെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.